സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചോലത്തടം മർത്തുമറിയം പള്ളിയിലെ ഇടവകയുടെ വലിയ തിരുനാൾ നടത്തപ്പെടുകയാണ്. ആ തിരുനാളിൻ്റെ പ്രധാന പ്രോഗ്രാമുകളെക്കുറിച്ചും അതോടനുബന്ധിച്ച് നടത്തുന്ന നസ്രാണി സമുദായ സമ്മേളനത്തെക്കുറിച്ചും ഏവരെയും ഒന്ന് അറിയിക്കുകയാണ്. ചോലത്തടം മർത്തുമറിയം പള്ളി സെൻറ്റ് മേരീസ് പാരിഷ് അത് സ്ഥാപിതമായത് 1992 മലയഞ്ചിപ്പാറ, പാതാമ്പുഴ അടുത്തുള്ള മലയഞ്ചിപ്പാറ മാർ സ്ലീബ ഇടവക വിഭജിച്ചാണ് പ്രധാനമായും ഈ ഒരു ഇടവക തുടങ്ങിയത്. പാലാരൂപതയിലെ ഒരു ഇടവകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ തലപ്പള്ളിയായിരുന്നത് പൂഞ്ഞാർ മർത്തുമറിയം പള്ളിയാണ്, സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി. അതിനു മുമ്പ് ഇത് അരുവിത്തുറ, ഇപ്പോഴത്തെ ഫൊറോന പള്ളിയുടെ ഭാഗമായിരുന്നു. അപ്രകാരം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇടവകളാണ് ഈ പ്രദേശത്തുള്ളതെല്ലാം. ഇവിടെയുള്ളവരെല്ലാം വളരെ കാർഷിക അന്തരീക്ഷമുള്ളവരാണ്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷം വളരെ ഭക്തിസാന്ദ്രമായിട്ട് അനേകർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുന്ന ഒരു സ്ഥലമാണ്. കർഷകരായിട്ടുള്ളവർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ദൈവാനുഗ്രഹത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പള്ളിയാണിത്. ചോലേമാത എന്ന അവിടെയുള്ള എല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു തിരുസ്വരൂപം അവിടെയുണ്ട്. പള്ളിക്ക് മുമ്പ് അവിടെ ഒരു കുരിശുപള്ളി ഉണ്ട്. നാനാജാതി മതസ്ഥർ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു സ്ഥലമാണത്. പ്രധാന തിരുനാൾ ദിവസങ്ങൾ 17 വെള്ളി, 18 ശനി, 19 ഞായർ, അങ്ങനെ 3 ദിവസങ്ങളിലാണ്. 17 വെള്ളിയാഴ്ച വൈകുന്നേരം 4:15 മണിക്ക് തിരുനാളിന് കൊടിയേറും. അതിനെ തുടർന്ന് സുറിയാനി ഭാഷയിലുള്ള വളരെ പുരാതനമായ ഈശോമിശിഹായുടെ സംസാര ഭാഷയായ സുറിയാനി ഭാഷയിൽ ഉള്ള കുർബാന അർപ്പണമുണ്ട്. അതിനെ തുടർന്ന് ഈ ചോലത്തടം മർത്തുമറിയം പള്ളി ക്രൈസ്തവ സഭയിലെ സീറോ മലബാർ സഭ, അത് നസ്രാണി സമുദായം എന്നാണ് നമുക്കതിനെ പൊതുവെ വിളിക്കാവുന്ന ഒരു പ്രാദേശികമായൊരു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ നസ്രാണി സമുദായമുണ്ട്. ആ സമുദായത്തിൻ്റെ ഒരു പള്ളിയാണ്. അപ്രകാരം ഒരു സമുദായ സമ്മേളനം നമ്മൾ ഈ തിരുനാളിനനുബന്ധിച്ച് നടത്തുകയാണ്. കേരളത്തിൽ വിവിധ സമുദായങ്ങൾ ഇതുപോലെ യോഗങ്ങൾ കൂടുന്നുണ്ട്. സംഘടിതമായിട്ട് ഒരുപാട് നന്മകൾ സംഘടിതമായിട്ട് സമുദായങ്ങൾ സംഘടിച്ചു കഴിയുമ്പോൾ ചെയ്യാറുണ്ട്. അപ്രകാരം അത്ര സംഘടിതമല്ലാത്ത രീതിയിൽ കഴിയുന്ന ഒരു സമുദായമാണ് നസ്രാണി സമുദായം. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമുദായത്തിലെ മറ്റൊരു സഭയായ ഓർത്തഡോക്സ് സഭ, മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്തി യൂഹാനോൻ മാർ ദിയസ്കോറസ് തിരുമേനിയാണ്. ആ സമ്മേളനത്തിൽ മുഖ്യ വിഷയാവതരണം നടത്തുന്നത് സമുദായത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, പ്രതിവിധികളെക്കുറിച്ച്, പരിഹാര മാർഗങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത് CBCI അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ അൽമായ കമ്മീഷനുണ്ട്. മെത്രാന്മാർ മാത്രമല്ല, അതിൽ അൽമായ കമ്മീഷൻ പോലെ ഒരുപാട് കമ്മീഷനുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റി കൗൺസിൽ. അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാറാണ്. ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ വളരെ സജീവമായിട്ടുള്ള ഒരു സംവിധാനമാണ് KCC, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. കത്തോലിക്കർക്ക് KCBC ഉള്ളതുപോലെ, മെത്രാൻ സമിതി ഉള്ളതുപോലെ, അകത്തോലിക്കരായിട്ടുള്ള ഒരുപാട് സഭകൾ ചേരുന്ന ഒരു സമിതിയാണ് ഈ KCC. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. കൂടാതെ ഈ സമ്മേളനത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള, ഉദാഹരണത്തിന് കൂട്ടിക്കൽ, മുണ്ടക്കയം, അരുവിത്തുറ, ഭരണങ്ങാനം, പാല, കുറവലങ്ങാട്, ചേർപ്പുങ്കൽ, ഏറ്റുമാനൂർ, അതിരമ്പുഴ, രാമപുരം, കടനാട് തുടങ്ങി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നസ്രാണി പ്രതിനിധികൾ പങ്കെടുക്കുന്നതും പ്രതിനിധികൾ സംസാരിക്കുന്നതുമാണ്. അതിനെ തുടർന്ന് സ്നേഹവിരുന്ന്. അങ്ങനെയാണ് വെള്ളിയാഴ്ച ക്രമീകരണങ്ങൾ. 18-ാം തീയതി ശനിയാഴ്ച തിരുനാൾ 2-ാം ദിവസം ഇടവകയുടെ
പൂർവിക അനുസ്മരണമുണ്ട്. അതോടനുബന്ധിച്ചുള്ള റാസക്രമത്തിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണവും വിശുദ്ധ കുർബാനയെ തുടർന്ന് സെമിത്തേരി സന്ദർശനവും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും തെശ്മെസ്താദ് അന്നീതെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനെ തുടർന്ന് വാഹന വെഞ്ചരിപ്പും നടത്തും. ഏറ്റവും പ്രധാന തിരുനാൾ ദിവസമായ 19-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം വിവിധ ദേശങ്ങളിൽ നിന്ന്, ഇടവകയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രദക്ഷിണങ്ങൾ ഉണ്ടായിരിക്കും. അത് ആനക്കുഴി, കുരിശുപള്ളി, ചക്കിപ്പാറ, കവല, അണുങ്ങുംപടി ടോപ്പ് എന്നീ 3 സ്ഥലങ്ങളിൽ നിന്നാണ് പ്രദക്ഷിണങ്ങൾ വരുന്നത്. 4 മണിയോടുകൂടി ദേശ പ്രദക്ഷിണ സംഗമം നടത്തപ്പെടുന്നതാണ്. തിരുനാളിൻ്റെ പ്രധാന നാമഹേതുകയായ മറിയത്തിൻ്റെ തിരുസ്വരൂപം കുരിശിൻ തൊട്ടിയിൽ വെച്ച് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രദക്ഷിണങ്ങളെ വരവേൽക്കുകയാണ് ചെയ്യുക. പള്ളിയിലേക്ക് പ്രദക്ഷിണം പ്രവേശിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പണം, തിരുനാൾ പാട്ടുകുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം തിരുനാൾ പ്രദക്ഷിണത്തിൻ്റെ കുരിശുപള്ളിയിലെത്തുമ്പോൾ അവിടെ തിരുനാൾ സന്ദേശം നൽകുന്നത് വളരെ പ്രശസ്തനായ ധ്യാനഗുരു കപ്പൂച്ചിൻ എന്ന സന്യാസ സഭയുടെ മുൻ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന കാപ്പിപ്പൊടിയച്ഛൻ എന്ന് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന മുഖ്യ പ്രഭാഷകനായ ബഹുമാനപ്പെട്ട പുത്തമ്പുരയ്ക്കൽ ജോസഫ് അച്ഛനാണ് എന്ന കാര്യം പ്രത്യേകം അറിയിക്കട്ടെ. പ്രദക്ഷിണം സമാപിച്ചതിന് ശേഷം ചെറിയൊരു ആകാശവിസ്മയവും അതിനെ തുടർന്ന് സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. കൊച്ചിൻ തരംഗ് ബീറ്റ്സിൻ്റെ ഗാനമേളയാണ്. അതിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും വയലിനിസ്റ്റും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മി ജയൻ പ്രത്യേകമായി അത് ലീഡ് ചെയ്യുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം അറിയിക്കട്ടെ. നാനാജാതി മതസ്ഥരായ, കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നസ്രാണി സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും സമുദായ സമ്മേളനത്തിലേക്കും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ ആ പള്ളിയുടെ വികാരിയച്ഛനാണ്. സിറിൽ തോമസ് തയ്യിൽ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ സംഘാടക സമിതിയാണ് പള്ളിയിലെ കൈക്കാരന്മാർ സണ്ണി അമ്മോട്ടുകുന്നേൽ, ചാക്കോച്ചൻ നെടുമല, റിജോ അമ്പാട്ട്. ഈ തിരുനാൾ ഏറ്റു നടത്തുന്നത് വടയാറ്റ് കുടുംബം VT ഫ്രാൻസിസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഷിനോജ് ഫ്രാൻസിസ് ആണ്. ഇവരാണ് തിരുനാളിൻ്റെ ഏറ്റു നടത്തുന്ന പ്രസിദ്ധേന്തി. ഞങ്ങളെല്ലാവരും ഏവരെയും ചോലത്തടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ് KK റോഡ് മുണ്ടക്കയം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. IG Future MKK Tower near KSRTC bus stand ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട.